ഹെഡ്മിസ്ട്രസ് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഗീത ടീച്ചർ, എച്ച്.എം, അതുപോലെ വേദിയിലുള്ള ലത്തീഫ് സാർ, വാസിൽ സാർ, അബ്ദുൽ ഖാദർ മാസ്റ്റർ, പിന്നെ ഇന്ന് നമുക്കെല്ലാം സ്റ്റാറായിട്ട് ഇവിടെയുള്ള ഫയാന പെൻനെയിമാണ്. ഫിൽസ, വളരെ സന്തോഷമുള്ള, അല്ലെ, നമുക്കെല്ലാം അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ്. ബിക്കോസ് വി നോ ദാറ്റ് എ ന്യൂ പോയറ്റ് ഈസ് കമ്മിങ് ടു the literary world, especially Indian writing in English. 19ാം നൂറ്റാണ്ടില് വിവിയൻ ദറോസിയും തോറുദത്തും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഇന്ന് ഇതാ ഇവിടെ നിങ്ങളുടെ ഫിൽസയിൽ എത്തി നിൽക്കുന്നു. ഈ ഇരിക്കുന്ന കുട്ടികളില് കവികളായിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈവക്കാം. എഴുത്തുകാര്, എഴുതണമെന്ന് വിചാരിച്ചവരുണ്ടോ? എഴുതണമെന്ന് വിചാരിച്ചവര് നമ്മുടെ എല്ലാം ഉള്ളില്, അല്ലെ, there is poetry, കവിതയുണ്ട്. പക്ഷേ അത് എഴുതാനായിട്ട് കുറച്ചു പേര് മാത്രമാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം നടത്തുക മാത്രമല്ല, വിജയിക്കുക കൂടി ചെയ്ത ഒരു ബഡിംഗ് പോയറ്റ് എന്നതിനപ്പുറത്തേക്ക് എത്തിയ ഒരു കുട്ടിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഫയാന എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ഫിൽസ. നിങ്ങൾക്കൊക്കെ ഫിൽസയാണ്, പക്ഷെ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് ഫയാന എന്നാണ്. അപ്പൊ എനിക്ക് ഫയാനയുടെ കുറച്ച് കവിതകൾ മാത്രമാണ് കിട്ടിയത്. ഞാനത് ആദ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ ഇതൊന്നായിട്ട് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ അതിലെ വരികൾ കണ്ടപ്പോൾ കുറച്ച് ആഴമുള്ള വരികളായി തോന്നി. പക്ഷെ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്നുള്ളതായിരുന്നു. ഒരു കുട്ടിയിൽ നിന്ന് ഇത്രയും ഫിലോസഫി, അതും 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഞാൻ 2ാം തവണ അതൊന്ന് വളരെ സമാധാനത്തോടു കൂടി വായിച്ചപ്പോഴാണ് there is poet more than a budding poet എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നത്. നിങ്ങൾ ആ പുസ്തകത്തിൽ വായിക്കാൻ പോകുന്ന ഒരു ലൈനുണ്ട്, light is heavier than that we admit. ഈ വെളിച്ചം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ല, അതിനേക്കാൾ കനമുണ്ട്. ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി പറയുന്ന വാക്കുകളല്ല ഇത്. ഇതിൽ ഫിലോസഫി ഉണ്ട്, കവിതയുടെ സ്പാർക്സ് എനിക്കതിൽ കാണാൻ കഴിഞ്ഞു. നെരൂദൊക്കെ പറയുന്ന പോലെ, അല്ലെ, ഒരു തീ എരിയുന്നുണ്ട്. ആ അനുഭവമാണ് നെരൂദ തന്റെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞ അങ്ങനെയാണ്, ജസ്റ്റ് ലൈക്ക് എ ഫയർ. ആ കവിതകൾ വായിച്ചപ്പോൾ എനിക്കും തോന്നിയത് ഫിൽസയുടെ മനസ്സിൽ ഒരു തീ എരിയുന്നുണ്ട്. ആ തീയിൽ നിന്ന് മനോഹരമായ കവിതകൾ ഉണ്ടാവുന്നു. ആ തീയിൽ നിന്ന്, അല്ലെ, മൈക്രോവേവ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വേവിച്ചെടുക്കണം നമ്മൾ. അതായത് മനോഹരമായ കവിതകളാണ് ആ കുഞ്ഞ് വേവിച്ചെടുക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ കഴിയുമോ എന്ന് പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ അടുത്ത ഒരു കവിതയിലേക്ക് വരുമ്പോൾ ബിക്കമിങ് ആണ്. എന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുമക്കൾ, നിങ്ങൾ പലരും സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ജീവിതത്തിൽ ആരാകണമെന്നുള്ള സ്വപ്നം, അല്ലെ? അങ്ങനെ ബിക്കമിങ് എന്നുള്ള ആ ഒരു അവസ്ഥ, ബിക്കമിങ് എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് ആണ്, വളർച്ചയുടെ ഘട്ടമാണ്. ആ വളർച്ച എന്ന് പറയുന്ന ജീവിതത്തിലെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്
ഒരു രാത്രി നമ്മൾ ഉറങ്ങി ഉണർന്നെഴുന്നേൽക്കുമ്പോഴല്ല. ദാറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് തന്നെയാണ് ഫിൽസ പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു പ്രോസസ്സിനെ എത്ര എന്താ പറയുക കീൻ ഒബ്സർവേഷനിലൂടെ. ഒരു പോയറ്റിന് വേണ്ട ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്. ഒബ്സർവേഷൻ, നിരീക്ഷിക്കുക എന്നുള്ളതാണ്. തന്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക. അത്രയും കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ആ ബിക്കമിങ് എന്നുള്ള പ്രോസസ് ആ കുട്ടി ആ കവിതയിലൂടെ, ആ കവിതയുടെ ടൈറ്റിൽ തന്നെ അത് തന്നെയാണ്, അതിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്കും സാധിക്കുന്നതാണ്. എനിക്കറിയാം ഇതിലുമുണ്ട് എഴുത്തുകാരും അതുപോലെ വലിയ വലിയ ആളുകളും. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഫിൽസ നിങ്ങളോട് പറഞ്ഞു വരുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ ബിക്കമിങ് എന്നുള്ള പ്രോസസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഫിൽസ പറഞ്ഞ ഒരു കാര്യം, ഇറ്റ് ഈസ് ദ സ്ലോ ആർക്കിടെക്ചർ ഓഫ് സെൽഫ് റെസ്പെക്ട് എന്നാണ്. ആത്മാഭിമാനത്തിന്റെ വാസ്തു വിദ്യ എന്നാണ് ഈ ഒരു പ്രോസസ്സിനെ ഫിൽസ വിശേഷിപ്പിക്കുന്നത്. വളരെ പോയറ്റിക് ആയിട്ട്, വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു എക്സ്പ്രഷനാണ് അവിടെ നമ്മൾ കാണുന്നത്, അല്ലേ? അതായത് ആ ഒരു പ്രോസസ് നമ്മൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് നടക്കുമ്പോൾ നമ്മളിലുണ്ടാവുന്ന ആ ഒരു ആത്മാഭിമാനത്തിന്റെ വാസ്തുവിദ്യയെ കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അതും കൂടി ഫിൽസ പറഞ്ഞു വെക്കുന്നു. ലോസ്റ്റ് എന്ന മറ്റൊരു കവിതയിൽ ഫിൽസ പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും സങ്കീർണതകളും താങ്ങി നിൽക്കുന്ന പാതിരാത്രിയാണോ ഞാൻ, അതോ ഒരു സങ്കീർണതകളും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ടുള്ള, കെയർ ഫ്രീ ആയിട്ടുള്ള പ്രഭാതമാണോ ഞാൻ എന്ന് ഫിൽസ ഈസ് സെർച്ചിങ് ഫോർ ഹെർസെൽഫ്. താൻ ആരാണെന്നുള്ള കണ്ടെത്തലാണ്, അല്ലെങ്കിൽ ആ ഒരു റിസർച്ചാണ് ഫിൽസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോയട്രി എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് തന്നെയാണ്. ദ പോയറ്റ് ഈസ് സീക്കിംഗ് ഫോർ സെൽഫ്. ഞാൻ ആരാണ്? വാട്ട് ഈസ് മൈ സിഗ്നിഫിക്കൻസ് ഓൺ ദി എർത്ത്? ഭൂമിയിൽ എൻ്റെ പ്രാധാന്യം എന്താണ്? എനിക്ക് ഈ ലോകത്തോട് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എന്തുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു? വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത്? മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഓരോ പോയറ്റിന്റെയും മനസ്സിലുണ്ടാവുന്നത്. അതിനുള്ള എന്താ പറയുക ആ ഒരു അന്വേഷണമാണ് പലപ്പോഴും പോയറ്റ്സ് തന്റെ കവിതകളിലൂടെ തിരയുന്നത്. മനോഹരമായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നു കവിതകളിലൂടെ. എഴുത്ത് എന്ന് പറയുന്നത് തന്നെ എന്താണ്? വിരലുകളിലൂടെ പകൽക്കിനാവ് കാണുന്നതാണ്. റൈറ്റിംഗ് ഈസ് ലൈക്ക് ഡ്രീമിംഗ് ത്രൂ ഫിംഗേഴ്സ്. ജനറ്റാര എന്ന എഴുത്തുകാരി പറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. റിയൽ ലൈഫിൽ സാധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിൽ നമ്മൾ ഈ വിരലുകളിലൂടെ സ്വപ്നം കണ്ടിരിക്കുക. ആലോചിച്ച് നോക്കുക, എത്ര രസകരമായിരിക്കും, അല്ലേ? നമ്മൾക്ക് പിന്നെ ബോറടിക്കൊന്നുമില്ല. സാറ് എത്രയോ കൊല്ലങ്ങളായിട്ട് 7ാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോൾ സാർ എഴുതി തുടങ്ങിയതാണ്. അന്ന് ഇതേപോലത്തെ ഭാഗ്യമൊന്നും സാറിനുണ്ടായില്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ കുട്ടി എത്ര ഭാഗ്യവതിയാണ്. പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെ? പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും എഴുത്തുകാരിയായ സീനത്ത് ടീച്ചറും ഒക്കെ ഉള്ളപ്പോ ഇതിലും ഭാഗ്യം എന്താണുള്ളത്? അപ്പോ അങ്ങനെ വലിയ ഭാഗ്യം കിട്ടിയ ഒരു കുട്ടിയാണ് ഫിൽസ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരുപാട് പാഷൻസ് ഉണ്ടായിരിക്കും. അതിലേറ്റവും വലിയ പാഷനാണ് ക്രിയേറ്റീവ് പാഷൻ. സാറിനിപ്പോ 2 ഡൊമിനേറ്റിംഗ് പാഷനാണുള്ളത്. ഒന്ന് പൂക്കളോടുള്ള പ്രണയമാണ്, ലവ് ഓഫ് ഓർക്കിഡ്സ്. മറ്റൊന്ന് ലവ് ഓഫ് പോയട്രി. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് ക്ലാഷ് ഓഫ് പാഷൻസ് ആണ്. അതായത് ഈ 2 പാഷനും തമ്മിൽ ഒരു സംഘർഷം.
ഒരു പാഷനാണ് അതിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ വരുമ്പോ സാറൊന്നും ബോറടിക്കുക എന്നുള്ളത് സാറിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. കാരണം ഞാൻ ഈ രണ്ട് പാഷൻ എനിക്ക് എടുത്താൽ തന്നെ അതിന് തന്നെ സമയം തികയുന്നില്ല. അപ്പൊ കുട്ടികളെ, നിങ്ങളും ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പാഷൻ ഡെവലപ്പ് ചെയ്യുക. ഫിൽസയുടെ കവിതകൾ വായിക്കുക. അതിൽ നിന്നാവട്ടെ നിങ്ങളുടെ തുടക്കം. ഫിൽസ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് നോക്കാം. സെൽഫ് പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു കവിത ഫിൽസ എഴുതിയിട്ടുണ്ട്. ആ സെൽഫ് പോർട്രേറ്റിൽ ഫിൽസ പറയുന്നത് അല്ലെ, അതായത് വെറും സന്തോഷങ്ങൾ മാത്രമല്ല, സങ്കടങ്ങളും കൂടി ചേരുന്നതാണ് ഫിൽസ എന്നുള്ളത്. കവിതകൾ പലപ്പോഴും സെൽഫികളാണ്. നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് സെൽഫി എടുക്കില്ലേ, അതേപോലെയാണ് പലപ്പോഴും കവിതകൾ. പോയറ്റ് തന്റെ സെൽഫി എഴുത്തിലൂടെ എടുക്കുന്നതാണ് കവിതകൾ. തന്റെ ആത്മാവാണ് അതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഒരു കവിത വായിക്കുമ്പോൾ തന്നെ കവിയെക്കുറിച്ചും അവരുടെ ചിന്തകളെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളും കവിതകൾ വായിക്കുക. ഇനി ഫിൽസയ്ക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. എന്താണെന്നറിയോ? ഫിൽസയുടെ ഭാഷ. ഇപ്പൊ ഇവിടെ ഈ കവിതയിൽ തന്നെ ചുരുങ്ങിയ വാക്കുകളിലൂടെ വലിയ വലിയ കാര്യങ്ങളാണ് ഫിൽസ അവതരിപ്പിക്കുന്നത്. പോയട്രി എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പലരും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സാധാരണ വാക്കുകൾ അസാധാരണമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് കവിതകൾ. there is a meaningful beauty എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവതരിപ്പിക്കാൻ ഫിൽസയ്ക്ക് കഴിയുന്നു. ആ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്കും അതിനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. നമ്മൾ ഇമാജിനേറ്റീവ് പവർ ഡെവലപ്ഡ് ആവും. അതിലൊക്കെ ഉപരി നല്ല മനുഷ്യരായിട്ട് വളരാൻ നമുക്ക് സാധിക്കും. കവിതകളിലൂടെ നമ്മുടെ മനസ്സിൽ നിറയുന്നത് അല്ലെ ഹ്യൂമാനിറ്റി എന്നുള്ളത് മനുഷ്യനാണ്, മനുഷ്യന്റെ വികാരങ്ങളാണ്, നമ്മൾ എങ്ങനെ സൊസൈറ്റിയിൽ ജീവിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകളാണ്, വെല്ലുവിളികളോട് എങ്ങനെ പൊരുത്തണമെന്നുള്ള നിർദ്ദേശങ്ങളാണ്. ഇതൊക്കെ ഒരു ഒഴുകുന്ന രീതിയിലാണ് കവി അവതരിപ്പിക്കുന്നത്. നമ്മുടെ ആഴമുള്ള വികാരങ്ങൾക്ക് അല്ലെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളതാണ്, അത് കവിത പോലെ ഒഴുകാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഉള്ളിലെ ആഴമുള്ള വികാരങ്ങളെ ഒഴുക്കി വിടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോയട്രിയാണ്. ഫിൽസ അത് തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഫിൽസയുടെ ആ പുസ്തകത്തിന്റെ കവറിന്റെ ആ ടൈറ്റിൽ തന്നെ മൈക്രോവേവ്സ് ഇൻ ലോവർ കേസ് എന്നാണ് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് അല്ലെ. മൈക്രോവേവ്സ് പല രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെടാം. കവിത പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് അതിന്റെ മഹത്വം എന്ന് പറയുന്നത്. സാർ എഴുതിയ എലിഫന്റ് ഫോർട്ട് എന്ന് പറയുന്ന കവിത ഒരു ആഫ്രിക്കക്കാരി വായിച്ചപ്പോൾ ആ കവിതയുടെ അടിയിൽ അവർ എഴുതി ചേർത്തത് വർഷങ്ങളായി ചങ്ങലയിൽ കിടന്ന കറുത്ത വർഗക്കാരെയാണ് നിങ്ങൾ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ സാർ അത് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അങ്ങനെയും കവിത വായിക്കാമെന്ന് ആ കവിത വായിക്കാമെന്ന് എനിക്കൊരു തോന്നലുണ്ടായത് അവർ വായിച്ചപ്പോഴാണ്. ഇങ്ങനെയാണ് ഒരു കവിത വായിക്കുമ്പോൾ പല രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെടും. ഫിൽസ പ്രകൃതിയെയും ഇലക്ട്രോണിക് വേൾഡിനെയും കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. ഫിൽസ അത് ബോധപൂർവം കണക്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഫിൽസ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വായിച്ചപ്പോ അതിന്റെ തുടക്കം എന്താണ്? റെയിൻ ഡ്രോപ്സ് ഹിറ്റിംഗ് ദ വിൻഡോ, ജനവാതിൽ വന്ന് മുട്ടുന്ന ആ മഴത്തുള്ളികളാണ്. പ്രകൃതിയുടെ മ്യൂസിക്കാണ് അത് അല്ലെ. മഴത്തുള്ളികൾ പ്രകൃതിയുടെ മ്യൂസിക്കാണ് അത്. പീറ്റർ പാറ്റർ എന്നൊക്കെ നമ്മൾ പറയുന്ന. So there is a music of nature. In the very next line she is speaking about headphones. She is listening to music. തൊട്ടടുത്ത വരികളിൽ തന്നെ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കുന്ന ഫിൽസയാണ്.
അറിഞ്ഞോ അറിയാതെയോ മനോഹരമായ നേച്ചുറൽ വേൾഡും ഇലക്ട്രോണിക് വേൾഡും തമ്മിൽ സിങ്ക്രണൈസ്ഡ്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. പോയറ്റ് ഇത് വിചാരിച്ചോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കങ്ങനെ ചിന്തിക്കാൻ തോന്നി. എന്താ പറയുക, ഒരു വലിയ ഒരു ഗിഫ്റ്റാണ് സാറായാലും ഇവിടെ ഇരിക്കുന്ന അധ്യാപകരായാലും സുഹൃത്തുക്കളായ നിങ്ങളായാലും കൊടുക്കുന്നത് അല്ലെ. ഈ ചടങ്ങ് ഫിൽസയുടെ ആത്മാവിലാണ് പതിയാൻ പോകുന്നത്. ഒരു കാലത്തും ആ കുട്ടി ഇത് മറക്കില്ല. ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ കുട്ടി ഈ മുഹൂർത്തത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി അതിനെ മറികടക്കാൻ അല്ലെ. സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അടുത്ത പ്രഭാതത്തിൽ അത് സന്തോഷമായി മാറുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കെല്ലാം ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ, ഒരു കവിതാ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെ ഒരു ക്രിയേറ്റീവ് സ്പാർക്ക് ഉണ്ട്. ഫിൽസ പോലെ എഴുത്തുകാരി തന്നെ ആവണമെന്നല്ല, പല മേഖലയിലും അല്ലെ തിളങ്ങി വരേണ്ടവരാണ് നിങ്ങൾ. അതിനാണ് നമുക്ക് ഈ മൈക്രോവേവ്സ് ഇൻ ലോവർ കേസ് എന്ന് പറയുന്ന പേര് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, അത് പോയറ്റിക് ആണ്. കവിതയുടെ മൈക്രോവേവ്സും കൂടി അതിന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നമുക്കെല്ലാം പ്രചോദനമായിട്ട് മാറട്ടെ, നല്ലൊരു എഴുത്തുകാരിയായിട്ട് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും.